ഹലോ. അപ്പോൾ ഗുഡ് ഈവനിങ്. ഇപ്പോൾ ഒരു സമയം ഒരു 4 മണി കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. 4 മണിയെങ്കിലും ആയിട്ടുണ്ടാവും. ഇപ്പോൾ കുറേ നാളായി ഞാനൊരു വ്ലോഗ് എടുക്കണം എന്ന് ആലോചിക്കുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ എന്നോട് കുറച്ച് പേരെ മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുന്നു, എന്താണ് പഠിക്കുന്നത്, ഏത് കോഴ്സാണ് പഠിക്കുന്നത്, പിന്നെ അതേപോലെ എവിടെയാണ്, ഇപ്പോൾ ഇത് ഹസ്ബൻഡിൻ്റെ വീട്ടിലൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ കോഴ്സ് എന്താ പഠിക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് വർക്ക് ചെയ്യണേണോ. അപ്പോൾ വർക്ക് ചെയ്യണേണോ കോഴ്സാണോ എന്ന് ആർക്കും കറക്റ്റായിട്ട് മിക്ക ആൾക്കാർക്കും തന്നെ അറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, വർക്ക് ചെയ്യണില്ല, ഒരു കോഴ്സ് പഠിക്കണേണ്. അപ്പോൾ അത് കുറേ ഡൗട്ട് ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ യൂട്യൂബിൽ ഞാൻ ഷോർട്സ് ഒക്കെ ഇടുന്ന കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണെങ്കിലും എല്ലാവരും മെസ്സേജൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ ലാസ്റ്റ് വരെ കാണണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായില്ല എന്ന് വരും. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരാൾ ജഡ്ജ് ചെയ്യണത് അല്ലെങ്കിൽ ഒരാളെ പറ്റി എന്തെങ്കിലും പറയുന്നത് മിക്ക ആൾക്കാർക്കും തന്നെ വീഡിയോ ഫുള്ള് കാണാത്ത ആൾക്കാരായിരിക്കും പറയുക. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കണം. അപ്പോൾ ഇപ്പോൾ എൻ്റെ വീട്ടിലാണ്. ഞാനിപ്പോൾ ഒരു മാസത്തോളം ആയി എൻ്റെ വീട്ടിൽ തന്നെയാണ്. എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ ക്ലാസ്സിലൊക്കെ പോകുന്നതൊക്കെ എൻ്റെ വീട്ടിൽ തന്നെയാണ്. എന്താ വീട്ടിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. ഞാനിപ്പോൾ കോഴ്സ് എന്താ പഠിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും നല്ല ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ GD എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഴ്സാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞപ്പോഴായിരുന്നു കല്യാണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് കൊറോണയും കൂടി ആയതുകൊണ്ട് തന്നെ ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വേറെ പഠിക്കാൻ പോകാനോ ഒന്നും നടന്നില്ല. അപ്പോൾ കൊറോണ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വർക്കിന് എവിടെയെങ്കിലും പോകാന്നൊക്കെ നോക്കിയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ടെമ്പററി ആയിട്ടൊക്കെ വർക്കിനൊക്കെ പോയായിരുന്നു, വേറെ ഒരു ഓഫീസിലൊക്കെ പോയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പ്രഗ്നന്റ് ആയി. അത് കഴിഞ്ഞ് പിന്നെ കൊച്ചായി. പിന്നെ കുറച്ചൊക്കെ ആയിട്ട് പിന്നെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു 5 വർഷം ആവാനായി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനപ്പോൾ ഇപ്പോൾ കുറേ നാളായിട്ട് ഞാനിങ്ങനെ ഓരോന്ന് നോക്കുന്നുണ്ട്. എന്ത് പഠിക്കണം, എന്ത് പഠിച്ചാലാണ് കുറച്ച് നമുക്ക് ഫ്യൂച്ചറിലാണെങ്കിലും നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് എന്തിനാണ്. അപ്പോൾ ഇപ്പൊ തന്നെ എനിക്ക് ഒരു ഗ്യാപ്പ് വന്നുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 5 വർഷത്തോളമായി. 2020 ഡിഗ്രി പാസ് ഔട്ട് ആയത്. അപ്പോൾ 5 വർഷം ആയതുകൊണ്ട് തന്നെ പുതിയൊരു ഇപ്പൊ നമ്മിപ്പോൾ എന്തെങ്കിലും ഗ്യാപ്പ് വന്നേക്കുന്നുണ്ട്. നമ്മിപ്പോൾ മിക്ക ആൾക്കാരും ഇപ്പോൾ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പുറത്തോട്ട് പോകാനായിട്ടാണെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇപ്പൊ ഗ്യാപ്പ് വരുമ്പോൾ അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ എന്തെങ്കിലും കോഴ്സ് പഠിക്കാം. അപ്പൊ എന്തെങ്കിലും കോഴ്സ് പഠിച്ചിട്ട് നമുക്ക് ഇവിടെ തന്നെ എവിടെയെങ്കിലും വർക്ക് ചെയ്യാമല്ലോ. നല്ലൊരു കോഴ്സ് പഠിക്കാം. അങ്ങനെ ഞാൻ അന്വേഷിച്ചിട്ടാണ് ഇപ്പോൾ ഈ കോഴ്സിന് ചേർന്നത്. ഇത് അത്യാവശ്യം നല്ല കോഴ്സാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു ഒരു വർഷം 1.5 വർഷത്തോളം ആയിട്ടുള്ളൂ ഇതിനെപ്പറ്റിയൊക്കെ കേട്ടു തുടങ്ങിയിട്ട്. അപ്പൊ ഞാനിപ്പോ കുറച്ച് അന്വേഷിച്ചിട്ട് ഞാനിപ്പോ ഒരു ആലുവയിലുള്ള ഒരു അക്കാഡമിയിലാണ് ഞാൻ പോകുന്നത്. അവിടെയാണ് ഞാനിപ്പോ കോഴ്സ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അവിടെ അത്യാവശ്യം നല്ല സർട്ടിഫിക്കേഷനൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കൊണ്ട് ഇപ്പൊ ഞാനിപ്പോ കോഴ്സിന് പോകാൻ തുടങ്ങിയിട്ട് ഒരു 1.5 മാസത്തോളമായി. ഏപ്രിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഞാനിപ്പോ ഒരു 1.5 മാസമായിട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ GD കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയാം, അതേപോലെ എന്താ പറയാ നഴ്സിംഗ് കെയർ അസിസ്റ്റന്റ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് വിദേശത്തൊക്കെ ആണെങ്കിലും ഈ കെയർ ഹോമുകളിലും അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പൊ കൂടുതൽ ആൾക്കാരും വർക്ക് ചെയ്യുന്നത്. അപ്പൊ കെയർ ഹോമുകളിലൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയൊരു കോഴ്സാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ എല്ലാവരോടും കൂടെ പറയാം. ഞാനിപ്പോൾ വർക്ക് ചെയ്യണല്ല, ഞാൻ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ GD എന്ന് പറഞ്ഞിട്ടുള്ള ഈ കോഴ്സാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു 6 മാസത്തെ കോഴ്സാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് പുറത്തോട്ടാണെങ്കിലും അത്യാവശ്യം സ്കോപ്പുള്ള ഒരു കോഴ്സാണ് GD എന്ന് പറഞ്ഞത്. ഇപ്പൊ നമുക്ക് യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഇങ്ങനത്തെ കോഴ്സിനെ പറ്റി പല ഇൻസ്റ്റിറ്റ്യൂഷനും കുറെ സ്ഥലങ്ങളും ഇങ്ങനത്തെ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. പല സർട്ടിഫിക്കേഷനുമാണ് ഓരോ അക്കാഡമിയിലും അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് എന്റെ വീട്ടിൽ നിൽക്കുന്നതെന്ന് ഓർത്ത് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഞാനിങ്ങനെ പഠിക്കാനുള്ളത് കൊണ്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ അമ്മയുണ്ട്, അപ്പനുണ്ട്. അപ്പിച്ചിക്കാണെങ്കിലും രാവിലെ എന്റെ അപ്പിച്ചി പള്ളിയിലത്തെ കാര്യങ്ങൾ നോക്കുന്ന കപ്പിയാര് അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ രാവിലത്തെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അപ്പിച്ച് ഫ്രീ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയുണ്ട്, അപ്പിച്ചിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങളുടെ അപ്പുറത്തെ വീട്ടിലൊക്കെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ കൊച്ചു നല്ല കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പോവുക ഇവിടെ പോവുക കുഴപ്പമൊന്നുമില്ല. അവിടെ എന്ന് പറഞ്ഞാൽ ആകെ അമ്മ മാത്രമല്ലേ ഉള്ളൂ. അമ്മ ഇപ്പൊ ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ കൊച്ചിനെ നോക്കാൻ സമയമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട്
ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നുള്ളൂ. ഇപ്പൊ ഇനിയിപ്പോ ഒരാഴ്ച മാറി നിൽക്കാന്ന് വിചാരിച്ചു. ഒരാഴ്ച ഞാൻ അവിടെ നിന്നിട്ട് ഒരാഴ്ച ഇവിടെ നിൽക്കാം. അപ്പൊ കൊച്ചിനെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. രാവിലെ കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് വൈകുന്നേരം തിരിച്ചു പോകുമ്പോ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ അതാകുമ്പോ കുഴപ്പമില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരാഴ്ച അവിടെ നിൽക്കാന്ന് വിചാരിച്ചു. പിന്നെ ഒരാഴ്ച ഇവിടെ തന്നെ ഫുള്ള് നിൽക്കാന്ന് വിചാരിച്ചു. അങ്ങനെ മാറി നിൽക്കാന്ന് വിചാരിച്ചിരിക്കും. അപ്പൊ അതാകുമ്പോ അവർക്കും ഒരു മിസ്സിങ് വന്നില്ല, ഇവിടെയും മിസ്സിങ് വന്നില്ല. ഇവിടെയും കുറച്ച് ദിവസം നിന്നിട്ട് പിന്നെ അങ്ങോട്ട് പോയിക്കുമ്പോ ഇവിടെ ഭയങ്കര സങ്കടം. അയ്യോ ഇത്ര ദിവസം കൊച്ചുണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ കൊച്ചങ്ങോട്ട് പോകുമ്പോ നോർമലാണല്ലോ, എല്ലാവർക്കും സങ്കടം ഉണ്ടാവും. പിള്ളേരുള്ള സ്ഥലത്ത് നിന്ന് അവര് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ എല്ലാവർക്കും സങ്കടം ഉണ്ടാവും. അപ്പൊ അതേപോലെ അവിടെയും കുറച്ച് ദിവസം നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴേക്കും അവിടെയും വിഷമം ഉണ്ടാവും. അപ്പൊ ഇതാകുമ്പോ കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇപ്പൊ നിൽക്കുന്നേ. അപ്പൊ ഞാനിപ്പോ ഈവനിങ് ആയി, വൈകുന്നേരം ആയി, ചായയൊക്കെ കുടിക്കാനുള്ള സമയമായി. അപ്പൊ ഞാനിപ്പോ അപ്പം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചു നേരമായി ഈ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മനുഷ്യന് ദാഹിച്ച് വിശക്കൊക്കെ ചെയ്യുമല്ലോ. എനിക്ക് വിശക്കും, നിങ്ങൾക്ക് വിശക്കൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ. അപ്പൊ പപ്പങ്ങ അപ്പൊ ഞാനിപ്പോ അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഒരു വീഡിയോ എടുത്തത്. പിന്നെ ആർക്കും ഡൗട്ട് വരണ്ടല്ലോ എന്താണ് ചെയ്യുന്നതെന്നുള്ളത്, വർക്ക് ചെയ്യാനാണോ പഠിക്കാനാണോ എന്നുള്ളത് ഡൗട്ട് വരണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോ വീഡിയോ എടുത്തത്. ഞാൻ പിന്നെ വ്ളോഗൊക്കെ ഇടാം, വ്ളോഗ് എടുക്കണമെന്നൊക്കെ ഉണ്ട്. പിന്നെ മുതൽ വ്ളോഗൊക്കെ പുതിയ വ്ളോഗൊക്കെ ഇട്ടൊക്കെ വരാട്ടോ. എന്റെ കസിന്റെ ഒക്കെ കല്യാണമൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ വ്ളോഗായിട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ ആ സമയത്ത് പറ്റിയാല് ഒന്നാമത്തെ കൊച്ചും ക്ലാസ്സും എല്ലാം കൂടെ ഒക്കെ ആകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ബിസി ആയിക്കൊണ്ടിരിക്കും. എന്നാൽ അത് വെച്ചുകൊണ്ട് തന്നെ കുറെ ആൾക്കാർ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഇവർക്ക് ഇവിടുന്ന ഇത്ര നേരം ഇവർക്ക് എങ്ങനെയാ അതൊക്കെ ചെയ്യാൻ പറ്റണെന്ന് പലപ്പോഴും ഓർത്തിട്ടുണ്ട്. നമ്മ പരിശ്രമിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് കൂടുതലും മടി പിടിക്കണുണ്ട്. അപ്പോൾ ഇനി പുതിയ വീഡിയോസ് ഒക്കെ വരാം. അങ്ങനെയാണ്. കൊച്ചുറങ്ങണോണ്ടാണ് ഞാൻ ഇപ്പൊ കറക്റ്റായിട്ട് വീഡിയോ എടുത്തത്. കൊച്ചെണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അവന്റെ പുറകെ ഓടി എടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിലും കൂടെ പോയി വന്നുകൊണ്ട് കുറച്ച് നേരം മാത്രമല്ല അവന്റെ കൂടെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അവൻ നല്ല ഉറക്കമായതുകൊണ്ട് ഇപ്പൊ ഈ സമയത്ത് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇപ്പൊ തന്നെ കൊച്ചെണീക, പിന്നെ അതിന് മുമ്പ് ചായ ഒക്കെ കുടിച്ചിരിക്കട്ടെ. അപ്പൊ നമുക്ക് ഈ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.